4 മൈൽ പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട് വാക്കുതർക്കം. 4 പേർക്ക് വെട്ടേറ്റു. വാഹനങ്ങളിൽ ആളുകളുമായി എത്തി പെപ്പർ സ്പ്രേ അടിച്ച് വാളും കത്തികളും ഉപയോഗിച്ച് ആക്രമിച്ചു എന്നാണ് പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് 10 പേർക്കെതിരെ വധശ്രമത്തിന് വിദ്യാനഗർ പോലീസ് കേസെടുത്തു. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 4 മൈലിൽ ഞായറാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം നടന്നത്. വീടിന് സമീപം പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. പ്രതികൾ അനാവശ്യമായി പടക്കം പൊട്ടിച്ചത് പ്രദേശവാസികൾ ചോദ്യം ചെയ്തിരുന്നു. ഇതോടെ ഇവർ സംഭവസ്ഥലത്ത് നിന്നും മടങ്ങി. പിന്നീട് മണിക്കൂറിന് ശേഷം വാഹനങ്ങളിൽ സംഘടിച്ചെത്തി പെപ്പർ സ്പ്രേ അടിച്ച് വാളും കത്തികളും ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. അക്രമത്തിൽ പരിക്കേറ്റ ചെങ്കള സ്വദേശി ഇബ്രാഹിം സൈനുദ്ദീൻ, ഫവാസ്, അബ്ദുൾ റസാഖ്, മുൻഷീദ് എന്നിവർ ചികിത്സയിലാണ്. ഇതിൽ ഗുരുതര പരിക്കേറ്റ ഫവാസിനെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. വടിവാളും കത്തിയും പെപ്പർ സ്പ്രേയും ഉപയോഗിച്ചായിരുന്നു അക്രമം. പ്രതികൾ ലഹരിക്ക് അടിമകളെന്നും പരിക്കേറ്റവർ ആരോപിച്ചു. രാത്രി ഒരു 11 മണിക്ക് എത്തിയപ്പോൾ ഇവർ വാളും കത്തിയും ഒക്കെ ആയിട്ട് വന്ന് ആക്രമിച്ചതാണ്. ഇതില് പിന്നിലുള്ള ഇതെന്തെന്ന് നമുക്കറിയില്ല. ഒരു പടക്കം പൊട്ടിച്ചുള്ള പ്രശ്നത്തിലാണ് ഈ ആക്രമണങ്ങൾ നടന്നത്. പിന്നെ ഇവർ ലഹരി അടിക്കുന്നുണ്ടോ എന്നുള്ള ചെറിയ സംശയങ്ങളുണ്ട്. പിന്നെ അതിലൊരാൾ ലഹരി കച്ചവടക്കാരനാണെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. എന്താണ് സത്യാവസ്ഥ എന്നറിയില്ല. പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനും പിന്നെ ഒരു പെങ്ങളെ മകനും ഉണ്ടായിരുന്നു. 3 പേർക്കും വെട്ടേറ്റിട്ടുണ്ട്. എനിക്ക് കൈക്കും പുറകിലുമാണ് വെട്ടേറ്റിട്ടുള്ളത്. അവരുടെ നില കുറച്ചോ സീരിയസ് ആണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ള 24 മണിക്കൂർ കഴിയാണ്ടൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. തുടങ്ങാൻ കാരണമൊന്നുമില്ല. അവിടെ ഒരു വീടിൻ്റെ മുമ്പിൽ ഒരു പടക്കം പൊട്ടിക്കാൻ കുറച്ച് പിള്ളമാർ വന്നതുകൊണ്ട് അതിൻ്റെ ഓണർ ചോദ്യം ചെയ്തു. അത് ഒരു ഇതൊന്നും വില വെക്കാതെ പിന്നെ പൊട്ടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായ നാട്ടുകാർ അത് ഇടപെട്ട് അവർ പ്രശ്നങ്ങളുണ്ടാക്കി. ആ ദേശത്തിലാണ് വാളും കത്തിയൊക്കെ എടുത്തു വന്നിട്ട് നമ്മളെല്ലാം ആക്രമിച്ചത്. ഞങ്ങളെ ആക്രമിക്കാനുള്ള കാരണം എന്തെന്ന് നമുക്കറിയില്ല. നമ്മൾ ജ്യേഷ്ഠൻ്റെ മകനുള്ളത് കൊണ്ട് ഞാനും ജ്യേഷ്ഠനും കൂടി വന്നതാണ്. ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് വന്നിട്ട് ജ്യേഷ്ഠൻ്റെ മകനെയും കൊണ്ട് തിരിച്ചു പോകുന്ന സമയത്തായിരുന്നു ഇവരുടെ ആക്രമണം. സംഭവവുമായി ബന്ധപ്പെട്ട് 10 പേർക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ 3 പേരെ പിടികൂടി. മൊയ്തീൻ, മിഥിലാജ്, അസ്രുദ്ദീൻ എന്നിവരെയാണ് വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.